നമസ്കാരം. ഗൾഫ് 18ലേക്ക് സ്വാഗതം. രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ 19 നടക്കും. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 26 കേരളം വിധിയെഴുതുക. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയിലേക്ക് രാജ്യം കടക്കുമ്പോൾ പ്രവാസികൾക്ക് പറയാനുള്ളതെന്ത് എന്ന് പരിശോധിക്കുന്നു ഇന്ന് ഗൾഫ് 18. സ്വാഗതം. ചർച്ചയിൽ എനിക്കൊപ്പം ചേരുന്നത് ശ്രീ അജി കുര്യാക്കോസ്, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച്, ബെനൻ BS CPM പ്രതിനിധീകരിച്ച്, ഒപ്പം രമേശ് മണിക്കോത്ത് BJP പ്രതിനിധി എന്നിവരാണ്. ആദ്യം ശ്രീ അജി കുര്യാക്കോസ്, നമ്മുടെ അയൽരാജ്യങ്ങളായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി. ഇന്ത്യ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടക്കുകയാണ്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലോകം ഉറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയാം നമ്മളുടേത്. ഒരു സുസ്ഥിര ഭരണം ഇവിടെ ഉണ്ടാവുക എന്നത് ഒരു പ്രവാസി എന്ന നിലയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെയാണല്ലോ. അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ കരുതുന്നത്? ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷവും പൂർണ്ണ സജ്ജമാണ് എന്ന തരത്തിൽ പ്രധാനമന്ത്രിയുടെ മെസ്സേജ് ഉണ്ട്. എല്ലാ തരത്തിലും അവർ റെഡിയായിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് 400 സീറ്റ് നേടിക്കൊണ്ട് അധികാരത്തിൽ വരും എന്നത് പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് ഇരുന്ന് രാജ്യത്തെ സാഹചര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്? ശ്രീ അജി കുര്യാക്കോസ്. പറഞ്ഞത് കേട്ടു, ചോദ്യം കേട്ടില്ല. ആരോടാണ്? അജിയോടാണ്. കേൾക്കുന്നില്ല, തീരെ ശബ്ദം കേൾക്കുന്നില്ല കേട്ടോ ഇങ്ങോട്ട്. മാഡം ഇപ്പൊ കേൾക്കാമോ? വളരെ ഫീബിൾ ആണ് ശബ്ദം എല്ലാവർക്കും. ഇപ്പൊ കേൾക്കാമോ? എന്നെ കേൾക്കാമോ ഇപ്പോ? ഓക്കെ. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് രാജ്യം കടക്കുന്നു. പ്രവാസി എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് കഴിഞ്ഞ ഇന്ത്യയെ കുറിച്ച് അറിയാലോ. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് ഒരു ഉത്സവമാണ് എന്നാണ് ഇപ്പോൾ ഇന്നലെ ചാർജ് എടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞത്. നമുക്ക് ചില ആശങ്കകൾ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പ്രവാസികളായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമുക്ക് ചില ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇത്രയും വലിയൊരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും വലിയൊരു പ്രക്രിയ നടക്കുമ്പോൾ അതിന്റെ അമരത്തിരിക്കുന്ന 2-3 പേർ എത്രയോ വളരെ പൊടുന്നനെ രാജിവെക്കുകയും ഉടൻ തന്നെ പുതിയ 2-3 പേരെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകൾ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് ചില തരത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അതവിടെ മാറ്റിവെക്കാം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ തന്നെ 400-ലധികം സീറ്റ് ലഭിച്ച് ഇന്ത്യയെ ഒരു വർഗീയ രാജ്യമാക്കി മാറ്റും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നടക്കുന്ന BJP പോലെയുള്ള പാർട്ടികളെ തറ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഇന്ത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ. മുന്നണിയുടെ പ്രതീക്ഷ ശ്രീ അജി കുര്യാക്കോസ്, ഒരു ആശങ്കയെ കുറിച്ച് താങ്കൾ പറഞ്ഞുവല്ലോ. സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ കഴിയുമ്പോൾ EVM ടാമ്പറിംഗിന്റെ ഒക്കെ ഇഷ്യൂസ് ഉയരുകയും അത്തരം ആരോപണങ്ങളൊക്കെ ഉയരുകയും ചെയ്യും. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ആദ്യഘട്ടം നടക്കാൻ തന്നെ 1 മാസത്തോളം അതിനധികം ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആശങ്ക എന്ന് പറയുന്നത് എന്താണ്? ആശങ്ക എന്ന് പറയുന്നത്, നമുക്ക് ഇന്നത്തെ പത്രസമ്മേളനം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു റിട്ടേൺ അജണ്ടയായിരുന്നു. കാരണം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ദിവസം മുൻപ് രാജിവെക്കുക, ഇതൊരു ആശങ്കയും കാണുന്നില്ല മേഡം. അദ്ദേഹം രാജിവെക്കുന്നു, അദ്ദേഹത്തോടൊപ്പമുള്ള 2 അംഗങ്ങൾ രാജിവെക്കുന്നു, ഇതൊരു ആശങ്കയും കാണുന്നില്ല മേഡം. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ, ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഞങ്ങളുടെ ഒരു ചിന്തയിൽ ഇത് BJP അധികാരത്തിൽ വരികയാണെങ്കിൽ, ഒരു ആർഗ്യുമെന്റ് സൈക്കിൾ പറയാം, വരികയാണെങ്കിൽ ഇത് ഇന്ത്യ കാണാൻ പോകുന്ന ജനാധിപത്യ രീതിയിലുള്ള ഏറ്റവും അവസാന തെരഞ്ഞെടുപ്പായിരിക്കും എന്നുള്ള ആശങ്കയാണ് ഞങ്ങൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. ഇവിടെ ഈ 2-3 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജിവെക്കുകയും അതിനുശേഷം ഉടൻ തന്നെ 2 പേരെ പുതുതായിട്ട് തെരഞ്ഞെടുക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വരിക. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് EVM മെഷീനുള്ള ഞങ്ങളുടെ ആശങ്ക അത് തീർത്തും തള്ളി പറഞ്ഞുകൊണ്ട് അത്തരം ഒരു ആശങ്ക തന്നെ ഇല്ല എന്ന്. കാരണം സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 3 അഭിഭാഷകർ ചേർന്നുകൊണ്ട് EVM മെഷീനെ കുറിച്ചുള്ള ആശങ്ക പങ്കുവെച്ച് സുപ്രീം കോടതി വരെ പോവുകയുണ്ടായി. അപ്പൊ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആശങ്കയാണ്. അവിടെയാണ്
ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജിവെക്കുകയും പുതിയൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരികയും അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാക്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചോട്ടെ. അദ്ദേഹം പറഞ്ഞത് ഇതിനെക്കുറിച്ച് ഞങ്ങളെല്ലാം വിശദമായി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു. ആര് വിശദമായി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു? മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് എല്ലാം വിശദമായി സ്റ്റഡി ചെയ്ത് കഴിഞ്ഞു, എല്ലാവരുമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു, എല്ലാം സജ്ജമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണോ എന്നുള്ള ആശങ്ക കോൺഗ്രസിനുണ്ട് എന്നുള്ളത് സത്യമാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ ഉൾപ്പെടെയല്ലേ മാധ്യമങ്ങളെ കണ്ടത്? ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ രമേശ് പണിക്കോത്ത്, ഇവിടെ ഇപ്പോൾ അജി കുര്യാക്കോസ് ഒരു ആശങ്ക പങ്കുവെക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധീർ രഞ്ജൻ ചൗധരി, ആ സമിതിയിൽ അംഗമായ അധീർ രഞ്ജൻ ചൗധരിയൊക്കെ വളരെ വൈകിയാണ് അറിഞ്ഞത്, കൂടിയാൽ അവർ തീരുമാനമെടുത്ത് വന്നതാണ് തുടങ്ങിയ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. എങ്കിൽ പോലും ഇവിടെ ആരും ഇത്തരം ഒരു ആരോപണം ഇതുവരെ ഉന്നയിച്ചതായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ നേതാക്കൾ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഭാഗത്തു നിന്നോ പോലും അത്തരം ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. എന്തായാലും ഇവിടെ ഒരു ആരോപണം അജി കുര്യാക്കോസ് ഉയർത്തിയ നിലയിൽ എന്താണ് താങ്കൾക്ക് നൽകാനുള്ള മറുപടി? നമസ്തേ. ശ്രീ അജി കുര്യാക്കോസ് കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. കാരണം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്, അത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ 4-ൽ ഒരാളില്ല, ഇതൊന്നും ഒരു വിഷയമല്ല. ഇതൊരു സിസ്റ്റമാണ്. ഇത് താഴേക്കിടയിൽ നിന്ന് താഴെ വില്ലേജ് ഓഫീസിൽ മുതൽ അങ്ങ് മുകളിൽ വരെയുള്ള ആൾക്കാർ, ഇതൊരു സിസ്റ്റമാണ്. ഇത് ആർക്കും മാറ്റാൻ, അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഈ സിസ്റ്റം വളരെ സുഗമമായി നടക്കും. തെരഞ്ഞെടുപ്പ് വളരെ സുഗമമായി നടക്കും. കോൺഗ്രസ് മുന്നേ നമുക്കറിയാം 1-2 തെരഞ്ഞെടുപ്പുകളിൽ അവർ പരാജയപ്പെട്ടപ്പോൾ മെഷീനെ കുറ്റം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മുഖം ചീത്തയായതിന് കണ്ണാടി തല്ലി പൊളിക്കുക എന്നുള്ള ഒരു സ്റ്റൈലാണ് ഇവരുടെ. ഇപ്പോൾ നമുക്ക് കാണാം, ഇവർ വിജയിച്ചാൽ അതിൽ ഒരു കുഴപ്പമില്ല, പരാജയപ്പെട്ടാൽ അപ്പൊ തിരിച്ചു പറയും ഇതല്ല, എവിടെ കുത്തിയാലും താമര വരും. ഈ രീതിയിലുള്ള ഒരു പ്രചരണം എല്ലാ കാലത്തും കോൺഗ്രസും ഇവിടെയുള്ള ഇടതുപക്ഷ മുന്നണികൾ, ഇടതുപക്ഷ കക്ഷികളും ചെയ്തിട്ടുണ്ട്. തികച്ചും അടിസ്ഥാനമാണ്. നമ്മുടെ രാജ്യത്തിന്റെ, ഇത് പാകിസ്ഥാനല്ല, നമ്മുടെ രാജ്യത്തിന് അടിസ്ഥാനപരമായിട്ട് ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടപ്രകാരം നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അത് ആർക്കും അട്ടിമറിക്കാനൊന്നും കഴിയില്ല. EVM മെഷീനിൽ കൂടെ എവിടെയെ കുത്തിയാ BJP വരിക? ഇതൊക്കെ തെറ്റായ കാര്യങ്ങളാ. കുറെ പറഞ്ഞു ഒരു സെലക്ഷന് പ്രചണ്ഡമായ പ്രചരണം നടത്തി EVM മെഷീൻ എവിടെ കുത്തിയാലും BJP വരും. അപ്പൊ അതുപോലെ വരുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ ഇവരിത് പറയും. ഇപ്പൊ തന്നെ അജി പറഞ്ഞത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അത് ഒരു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ആരില്ല എങ്കിലും ഈ സിസ്റ്റം, ഇതൊരു സിസ്റ്റമാണ്, ലോകത്തിന് തന്നെ മാതൃകയായ ഒരു സിസ്റ്റമാണ്. പിന്നെ ചില പണ്ട് ബാലറ്റ് പേപ്പർ എടുക്കുക, കള്ളവോട്ടി, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറെ മാറിയിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ പ്രത്യേകിച്ച് ഉത്തര മലബാർ മേഖലകളിൽ CPM-ന്റെ കോട്ടകളിൽ, ഞാനിപ്പോ നാട്ടിലുള്ള ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഞാൻ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് സമയങ്ങളിൽ ഈ സമയത്ത് ചില സമയത്ത് ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇപ്പം വളരെ കുറവാണ് അതുപോലുള്ള സംഭവങ്ങൾ. അപ്പൊ തികച്ചും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു ഇതാണ്. അതിന് ഇതേപോലെ നിസ്സാരമായി ഇത് ഞാൻ പറയുന്നത്, നിങ്ങൾ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധി അല്ലെ കോൺഗ്രസ് അല്ലെ പ്രതിപക്ഷ നേതാക്കൾ പോലും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ശ്രീ അജി കുര്യാക്കോസ് ഉന്നയിച്ചിരിക്കുന്നത്. ശരി, ശ്രീ ബെനൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ബെനൻ, സംസ്ഥാനത്തേക്ക് വന്നാൽ ഇടതുമുന്നണി ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് തീയതികളായിരിക്കുന്നു. 2ാം ഘട്ടത്തിലാണ് നമുക്ക് തെരഞ്ഞെടുപ്പ്. ഏതാണ്ട് 40 ദിവസം ഇനി പ്രചാരണത്തിന് കിട്ടും. മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയം ഈ പൗരത്വ നിയമം, അതിന് കൊണ്ടുവന്ന ചട്ടം, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. ആളുകളുടെ ആശങ്ക ഉയർത്തിപ്പിടിച്ച് തന്നെ അത് ഒരു മുഖ്യ പ്രചാരണ വിഷയമാക്കും എന്നതാണ് ഇന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന്റെ സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഇന്ത്യയുടെ സമസ്ത മേഖലകളിലും മനുഷ്യർ സമരരംഗത്താണ്. ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർഷകർ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എല്ലാവരും സമരരംഗത്തായിരുന്നു. ഈ കഴിഞ്ഞുപോയ 10 വർഷക്കാലത്തെ സംഘപരിവാർ ഭരണം എങ്ങനെയാണ് ഇന്ത്യയെ മുടിച്ചത് എന്നും അവരെങ്ങനെയാണ് അഴിമതികളിലൂടെ കോടികൾ സമ്പാദിച്ചതെന്നും ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഇന്ത്യ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിൽ ജനത തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് വഴി കോടിക്കണക്കിന് രൂപയുടെ കുംഭകോണമാണ് ഇവിടെ നടത്തിയതും അത് പുറത്തേക്ക് കൊണ്ടുവരാൻ, അതായത് അഴിമതി നടത്തുന്നതിന് വേണ്ടിയിട്ട് BJP 6000 ചില്ലുവാനത്തോളം കോടി രൂപ അഴിമതിയായി വാങ്ങിയപ്പോൾ ആ അഴിമതി മിണ്ടാതിരിക്കുന്നതിന് വേണ്ടി 1000-ഓളം കോടി രൂപ കോൺഗ്രസ് മേടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈ രണ്ടുപേരും
ഈ രാജ്യത്തെ മുച്ചൂട് മുടിക്കുന്നതിന് വേണ്ടിയിട്ട് കോർപ്പറേറ്റുകളിൽ നിന്നുമൊക്കെ കോടികൾ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതും കൂടി ചർച്ചയാകപ്പെടുകയും പൗരത്വ ഭേദഗതി ബില്ലിലൂടെ ഇന്ത്യയുടെ ജനാധിപത്യത്തെയും ഇന്ത്യൻ ഫെഡറൽ സംവിധാനത്തെയും താർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവും കൂടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കേരളത്തിലും ഇന്ത്യയിലാകെയും ചർച്ചയാവുകയും അത് കൂടുതൽ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിന് വേണ്ട പ്രചോദനമാവുകയും ചെയ്യുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 20 സീറ്റുകളിലും വിജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 2 ആഴ്ച കാലമായി ഞങ്ങൾ തുടങ്ങി വെച്ചത്. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. ഈ തിരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ബി.ജെ.പിയുടെ പല സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടില്ല. അത് കണക്കിലെടുത്തിട്ട് വേണം UDF സ്ഥാനാർത്ഥികൾക്ക് ഇനി വിജയം വേണമോ മറ്റോ ഒക്കെ തീരുമാനിക്കാൻ. ഉദാഹരണം കൊല്ലം തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. UDFന്റെ കൊല്ലത്തെ സ്ഥാനാർത്ഥിയാണോ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെന്നും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാണോ കൊല്ലത്തെ സ്ഥാനാർത്ഥിയെന്നും അറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ 20 സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ രംഗത്തിറക്കിക്കൊണ്ട് ജനാധിപത്യ വിശ്വാസികളെ ആകെ കൂടെ കൂട്ടിക്കൊണ്ട് ഭാവി ഇന്ത്യക്ക് വേണ്ടി, അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണമെന്നുള്ള ഒരു വിശ്വാസത്തിന് വേണ്ടി ഞങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. 20 സീറ്റും കിട്ടുമെന്ന് തന്നെയാണ് വിശ്വാസം. ശരി, ശ്രീ അജി കുര്യാക്കോസ്, 20-20 CPM പ്രതീക്ഷിക്കുന്നു. ഇന്ന് VD സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും 20-20 പറയുന്നത്. എന്തായാലും ഒരു മണ്ഡലത്തിൽ ഒരാൾക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്നൊരു സാഹചര്യമുണ്ട്. അതപ്പോൾ ആണ് എന്ന് തീരുമാനിക്കേണ്ടി വരും. ഇവിടെ മുരളീധരനെ കോൺഗ്രസിൽ തന്നെ ഉള്ളവർ തോൽപ്പിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരി കൂടിയായ പത്മജ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20-20 എന്നതിന് എത്രമാത്രം ഗ്യാരണ്ടി ഉണ്ട്? അദ്ദേഹത്തിന്റെ സഹോദരി പത്മജ BJP പാർട്ടിയുടെ അംഗമാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർക്ക് അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുള്ളൂ. അപ്പൊ അതെല്ലാം അവിടെ നിൽക്കട്ടെ. കാരണം മുരളീധരൻ തോൽക്കട്ടെ, കോൺഗ്രസിന്റെ എല്ലാവരും തോൽക്കട്ടെ. കാരണം ഇപ്പോൾ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കും പറഞ്ഞത്. അതെ, അതായിരിക്കാം. കാരണം തൃശ്ശൂരിൽ മാത്രമല്ല ചാലക്കുടിയിലും അവർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ ശ്രീമതി പത്മജ എല്ലാം മുരളീധരൻ എന്നുള്ളത് ആദ്യം മനസ്സിലാക്കേണ്ടത് BJP ആയിരുന്നു. കാരണം ഈ അമിതമായ ആത്മവിശ്വാസത്തോടു കൂടി അവരെ പല വാഗ്ദാനങ്ങൾ നൽകി കൊണ്ടുപോയപ്പോൾ അവർ മനസ്സിലാക്കേണ്ടതായിരുന്നു. കാരണം ഇവിടെ ഇപ്പോ രമേശ് പറയാം, ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോ ജയരാജൻ സാർ പറഞ്ഞതുപോലെ ഇടതുപക്ഷവും BJPയും തമ്മിലാണ് ഫൈറ്റ്, കോൺഗ്രസ് ഇല്ല എന്ന് പറയുന്നു. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. വളരെ മുമ്പ് മനസ്സിലാക്കി. അജി പാർട്ടി തിരുത്തി ജയരാജനെ. അല്ല, അത് ശരിയാണല്ലോ. പാർട്ടി അദ്ദേഹം പറയുന്നതെല്ലാം പാർട്ടി തിരുത്തുന്നു. അദ്ദേഹത്തെ വെറും ഒരു എന്താ പറയുന്ന ഒരു ബാക്ക് മൗത്ത് ആയിട്ട് കൊണ്ടുവരികയും ചിത്രീകരിക്കുകയും അദ്ദേഹം പറയുന്നത് സത്യമാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിവിടെ നടക്കുന്നത്. കാരണം ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് BJP എങ്ങനെയെങ്കിലും ജയിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് വന്നത്. എന്റെ സുഹൃത്ത് ബെന്നൻ പറഞ്ഞതുപോലെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയം പറഞ്ഞപ്പോൾ അതൊന്നും പറയാതെ പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഇലക്ട്രൽ ബോണ്ടൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ചാക്കര രാധാകൃഷ്ണനിൽ നിന്നൊക്കെ പൈസ കൈപ്പറ്റിയതും സാന്റിയാഗോ മാർട്ടിൽ നിന്ന് പൈസ കൈപ്പറ്റിയത് ശ്രീ V.S. അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ തിരിച്ചു കൊടുത്ത വിഷയമൊക്കെ നമുക്കറിയാം. അതൊക്കെ അവിടെ ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇവിടെ നമ്മളിപ്പോ മനസ്സിലാക്കേണ്ടത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വർഗീയ ശക്തികൾക്കെതിരെയുള്ള ഒരു പോരാട്ടമാണ്. കേരളത്തിൽ ഒഴികെ ബാക്കി എല്ലാ സ്ഥലത്തും ഞങ്ങളുടെ കൂടെയാണ് CPM എന്നുള്ളതുകൊണ്ട് ചെറിയൊരു അജി കുര്യാക്കോസ് ബോണ്ട് വഴി കോൺഗ്രസിന് പണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതാ CPM പണം മേടിച്ചിട്ടില്ല. അവരത് മുഖ്യ പ്രചാരണ വിഷയമാക്കും. ഇവിടെ അവരാണ് കേസിന് പോയത്. ഈ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റ് ലക്ഷ്യമിട്ട് അവർ പ്രചരണം നടത്തുമ്പോൾ മുഖ്യ പ്രചരണ വിഷയം രാജ്യത്തുടനീളമാകുന്ന ഇലക്ട്രൽ ബോണ്ട് കേസിൽ BJPയെ ആ നിലയിൽ എത്തിച്ചത് ആരാണ്? CPM ആണ് അതിനകത്ത് കേസിന് പോയിട്ടുള്ളത്. അവർ പണം വാങ്ങിച്ചിട്ടില്ല എന്ന കാര്യം അവർ പറയും. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് CPM വലിയ രീതിയിൽ പ്രക്ഷോഭം. അവർ മുഖ്യമന്ത്രി ഇന്നും ചോദിച്ചു, രാഹുൽ എവിടെ? രാഹുൽ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നു. അത് പ്രധാന പ്രചരണ വിഷയമാകുമെന്ന് പറയുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഏറ്റവും പ്രതീക്ഷ കൽപ്പിക്കുന്ന കേരളത്തിൽ ഇതാണ് സാഹചര്യം. അവർക്ക് പ്രചരണ രംഗത്ത് ന്യൂനപക്ഷങ്ങളെ ഉൾപ്പെടെ അവരുടെ ഭാഗത്ത് ഉറപ്പിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള പ്രചരണ തന്ത്രങ്ങൾ ഇതിനോടകം തന്നെ അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇലക്ട്രൽ ബോണ്ടിന്റെ വിഷയത്തിൽ ഇലക്ട്രൽ ബോണ്ട് പ്രകാരം ദേശീയ പാർട്ടികൾക്കാണ് കൂടുതലായിട്ട് ഫണ്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് ശരിയല്ല എന്നുള്ളത് ആദ്യമായിട്ട് ലോക്സഭയിൽ പറഞ്ഞത് ശ്രീ രാഹുൽ ഗാന്ധിയാണ്. അതൊന്നും അറിയുന്നുണ്ടോ? യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക്. അതുപോലെ തന്നെ അല്ലെ പറയട്ടെ, കോൺഗ്രസ് അല്ലേ
ഞാൻ പറയട്ടെ എല്ലാ ദേശീയ പാർട്ടികൾക്കും ഇലക്ട്രൽ ബോണ്ട് വഴി ഫണ്ട് സമാഹരിക്കാം എന്നുള്ളത് നിയമപരമാക്കിയത് കൊണ്ടാണ് ദേശീയ പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസ് ഫണ്ട് കിട്ടിയിട്ടുള്ളത്. അല്ലാതെ അതിനുശേഷം പോലും CPM വാങ്ങിയിട്ടില്ലെന്ന് അവർ പറയുന്നു. അവര് അതിനെ ചലഞ്ച് ചെയ്തു. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അവരല്ലേ? അതിന്റെ ഒരു ഞാൻ പറയട്ടെ CPM-ന് ജനങ്ങൾക്ക് മുന്നിൽ BJPക്കും കോൺഗ്രസും സന്ദർഭത്തിൽ ഈ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം മുന്നിലേക്ക് വന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പണം ആര് തന്നത്, എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യം അറിയുമായിരുന്നോ? ശരി അദ്ദേഹം പറയട്ടെ. ശരി ബെനൻ, ഇനി അജി പറഞ്ഞു പൂർത്തിയാക്കട്ടെ. വളരെ കുറച്ച് സമയമുള്ളൂ നമ്മുടെ ചർച്ചയ്ക്ക്. അതുകൊണ്ടാണ്, കാരണം ഇലക്ട്രൽ ബോണ്ടുമായി സംബന്ധിച്ച ചർച്ചകളിൽ CPM അപ്രസക്തമായ ഒരു പാർട്ടിയായിരുന്നു. ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല എന്നുള്ളതായിരുന്നു ഇന്ന് വരെ ഉണ്ടായിരുന്ന ചർച്ച. അപ്പൊ ആ വിഷയത്തിൽ കോൺഗ്രസിനെ പോലെ തന്നെ ദേശീയ പാർട്ടികൾക്കെല്ലാം ഫണ്ട് കിട്ടിയിട്ടുണ്ട്. ശരി, ശ്രീ അജി കുര്യാക്കോസ് അപ്പോഴും അതിൽ ഉൾപ്പെടാതെ അതിനെതിരെ നിയമ പോരാട്ടം നടത്തി അതിപ്പോൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയല്ലോ. അതിന്റെ ഒരു അത് ഞങ്ങളാണ് ആ പോരാട്ടം നയിച്ചതെന്ന് അവർക്ക് അവകാശപ്പെടാനുള്ള അവസരം ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇനി ഇലക്ട്രൽ ബോണ്ട് പറയുമ്പോൾ മാഡം ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ഈ കേസ് കൊടുത്തതെന്ന് അങ്ങനെ വ്യാഖ്യാനിച്ചൂടെ? അങ്ങനെ ാത്തത് കൊണ്ടാണെന്ന് എങ്ങനെയാണ് പറയുക ശ്രീ അജി കുര്യാക്കോസ്? ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം, നമുക്ക് സമയം കുറവല്ലേ. ശ്രീ രമേശ് മണിക്കോത്ത് ഇവിടെ മോദി വന്ന് രണ്ടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അദ്ദേഹം മാസത്തിൽ 2 തവണ വരുന്നുമൊക്കെ ഉണ്ട്. പക്ഷേ 4 ഇപ്പോഴും സ്ഥാനാർത്ഥികളായിട്ടില്ല. ഈ ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളിൽ നിന്നാണോ നിങ്ങൾ 2 അക്കം പ്രതീക്ഷിക്കുന്നത്? അവിടേക്ക് ഒഴിച്ചിട്ടുകൊണ്ടാണോ പ്രതീക്ഷിക്കുന്നത്? അതിലേക്ക് വരുന്നതിന് മുമ്പ് CPM പറഞ്ഞ കാര്യത്തിലേക്ക് ഒന്ന് മറുപടി പറയേണ്ടിയിരിക്കുന്നു. അത് അഭിസാരികയുടെ ചാരിത്ര പ്രസംഗം പോലെയാ. ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ അഴിമതിക്കാരാണ് ഇന്നത്തെ ഇടതുപക്ഷം. അവരാണ് BJPയെ കുറ്റം പറയുന്നത്. ഏറ്റവും വലിയ അഴിമതിക്കാര്. ഇനി ഇവര് വാങ്ങാത്തവരില്ല. ഇവര് ബസ്സിലൊരു യാത്ര നടത്തി, അതിന്റെ കണക്ക് ഇവർ പറയുന്നില്ല. അതിനു മുന്നേ കേരളത്തിൽ വേറൊരു സംഭവം നടത്തി, അതിന്റെ കണക്ക് പറയുന്നില്ല. മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് അഴിമതി നടത്തിയ ആൾക്കാരാണ് ഇവരാണ് നമ്മുടെ ചൂണ്ടി അഴിമതി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും പറയണ്ട. ഇവിടുത്തെ അഴിമതിക്കാരാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വരുന്നു, ജനങ്ങളെ കാണുന്നു, സംസാരിക്കുന്നു. അതാണോ ഈ ലോകത്തെ ഏറ്റവും വലിയ അഴിമതി? എനിക്ക് മനസ്സിലായില്ല രമേശ്. അല്ല, ഇവർ എന്താ നിങ്ങളെന്ത് മാഡം, നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ പ്രസിലുള്ളവരല്ലേ, നിങ്ങൾക്ക് ഇത് അറിയില്ലേ? മീഡിയക്ക് അറിയാത്ത കാര്യമാണോ? ഇവര് നടത്തിയ യാത്ര എന്താണ്? വാങ്ങിച്ചതിന്റെ കണക്ക് ഇവർ അവതരിപ്പിച്ചില്ല. നിങ്ങളത് വിവരാവകാശ രേഖപ്രകാരം ചോദിച്ചാൽ മറുപടിയില്ല. അതിന് പാതിയെ മറുപടിയുള്ളൂ. പാതി കിട്ടി, പാതി എവിടെ പോയിന്ന് അറിയില്ല. ഇവരെ അട്ടിപ്പരിപ്പ് മുന്തിരിക്കാൻ കഴിച്ചതിന്റെ കണക്കില്ല. എന്നിട്ട് ഇവരിപ്പം ഇത് പറയുന്ന ഇവര് സ്വന്തം മുഖ്യമന്ത്രിയുടെ മകളെ അഴിമതി ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുക. SFI ഇലക്ട്രൽ ബോണ്ടിലെ കാര്യമൊക്കെ ചൂണ്ടിക്കാട്ടുമ്പോ അതിനകത്ത് ഈ 100 കോടിയുടെ ബസ് 21 പേര് അണ്ടിപ്പരിപ്പ് കഴിച്ചതും വലിയ കാര്യമായിട്ട് ചൂണ്ടിക്കാട്ടുക. അതും പറയണല്ലോ, അതും പറയണം. ഇവര് നടത്തിയ അഴിമതി പറയണല്ലോ. ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഇന്ന് അമിത്ഷാജി പറഞ്ഞിട്ടുണ്ട്, ഇത് കള്ളപ്പണം ഇനി വരാൻ പോകുന്നത്. BJP വാങ്ങിയിട്ടില്ലെന്ന് പറയുന്നില്ല. BJP സത്യസന്ധമായിട്ട് 6 കോടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇവരെത്ര വാങ്ങിച്ചത്? 6000 കോടി. ഇവരെത്ര വാങ്ങിച്ചത്? ബാക്കി എവിടെ പോയി? 20,000 കോടി വന്നില്ലേ? അതിൽ 15,000 കൊണ്ടുപോയി. അതിന് മറുപടി പറയണ്ടേ? BJP ആണോ കൊണ്ടുപോയത്? അപ്പൊ അതിനെപ്പറ്റിയൊന്നും പറയണ്ട. കള്ളപ്പണമാണ് ഇവർക്ക് വേണ്ടത്. കള്ളപ്പണമാണ് ഇവർ വാങ്ങിക്കുന്നത്. ഇവിടുത്തെ കരിമിനൽ മാഫിയയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത് കള്ളപ്പണമാണ്. അത് ആർക്കും രമേശ് മണിക്കോത്ത് കള്ളപ്പണം പിടിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതൊരു ഗ്യാരണ്ടി ആയിരുന്നു. മോദിയുടെ ഗ്യാരണ്ടി വരും വേണം. അതിപ്പം ഇലക്ഷൻ വരട്ടെ. നിങ്ങൾ പറഞ്ഞില്ലേ മോദി ഗ്യാരണ്ടി വരുന്നുണ്ട്. രാവിലെ മുതൽ രാത്രി വരെ, ഇനി അതിനുശേഷം ഉണ്ടോന്ന് അറിയത്തില്ല, ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടോന്ന് അറിയത്തില്ല കേട്ടോ. എന്തായാലും 24 മണിക്കൂറും മോദിയുടെ ഗ്യാരണ്ടി TV-യിലുണ്ട്. അല്ലല്ല, TV-യിൽ മാത്രമല്ല, സാധാരണ നിങ്ങളെ വീടിനടുത്തുള്ള സാധാരണക്കാരോട് ചോദിച്ചു നോക്ക്. അവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്, കർഷകർക്ക് വന്നിട്ടുണ്ട്, സാധാരണക്കാർക്ക് വന്നിട്ടുണ്ട്. ആർക്കാ വരാത്തത്? കേരളത്തിലെ ഇവരിപ്പം ഇടതുപക്ഷ മുന്നണി പറയാം മുച്ചൂടും ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഒരു CPM വന്നിട്ട് പറയുന്ന ഒരേ വേർഡാണ് മുച്ചൂടും. ഇവരാണ് കേരളം കുടിച്ചത്. ഭാരതം അതിന്റെ നല്ല വളർച്ച. മോദിയുടെ ഗ്യാരണ്ടി ഒക്കെ വരട്ടെ. ഈ 4 സ്ഥാനാർത്ഥികൾ എപ്പോ ഉണ്ടാവുമെന്ന് അറിയാമോ? ഇതാ മറ്റുള്ള മുന്നണികൾ എല്ലാ സ്ഥാനാർത്ഥികളും സജീവമായി കഴിഞ്ഞു. ഇനി ആർക്ക് വേണ്ടിയാണ് സീറ്റുകൾ ഒഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് സംശയം. ഏതെങ്കിലും പാർട്ടിയിൽ ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ? മേഡം, തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളൂ.
42 ദിവസം ബാക്കിയുണ്ട്. അടുത്ത ആഴ്ചയല്ല തെരഞ്ഞെടുപ്പ്, ദിവസങ്ങളുണ്ട്. 16 സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞു. ഇനി 4 വരാനുള്ളൂ. അടുത്ത ദിവസം വരും. അത് തന്നെ നിങ്ങളുടെ ഇവിടുത്തെ നേതാക്കള് ആരെങ്കിലൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാകുമോ? എന്താ തോന്നുന്നത്? പ്രവാസ ലോകത്തിരുന്ന് ഇവിടുത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ അങ്ങനെ ഏതെങ്കിലും സർപ്രൈസ് കാൻഡിഡേറ്റ്സ് വരുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, സർപ്രൈസ് ഞാൻ ഫെബ്രുവരി 27 ചർച്ചയിൽ തന്നെ ഞാൻ ഇതേ ചാനലിൽ ഞാൻ പറഞ്ഞതാണ് ചില നേതാക്കൾ വരുമെന്ന്. അതിലൊന്നായിരുന്നു പത്മജ. ഞാൻ ഇന്ന് പത്മജി മീറ്റ് ചെയ്തിരുന്നു കണ്ണൂരിൽ വെച്ചിട്ട്. അപ്പൊ ഇത് അജി കുര്യാക്കോസ് പറഞ്ഞ പോലെ യാതൊരു വിധ ഇത് കൊടുത്തിട്ടല്ല അവരൊന്നും ഇതിൽ വന്നത്. ഇവരുടെ പാർട്ടിയിൽ എന്ന് പറഞ്ഞാൽ കുത്തഴിഞ്ഞ രീതി മടുത്തിട്ട്, രാജ്യവിരുദ്ധമായ നീക്കം മടുത്തിട്ട് ദേശീയതയിലേക്ക് വന്നതാണ്. ആരും പ്രലോഭിപ്പിച്ചിട്ടല്ല. അവർക്ക് ഒരു സ്ഥാനമാനവും കൊടുത്തിട്ടില്ല. ഇവിടെ ഭാരതത്തിൽ മോദിജിയുടെ ഭരണത്തിന്റെ, അദ്ദേഹത്തിന്റെ ആ സംശുദ്ധമായ ഭരണത്തിന്റെ അതിൽ പങ്കാളിയാവാൻ, ദേശീയതയിൽ പങ്കാളിയാവാനാണ് ഇവരൊക്കെ ചേർന്നിട്ടുള്ളത്. ശരി, ശ്രീ ബെനൻ, ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും കോൺഗ്രസിന് അനുകൂലമായ ഒരു സമീപനം സ്വീകരിച്ചു വരുന്നതാണ് ചരിത്രം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ചില കാലത്ത് മാത്രം 2004 അതിനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ന് എം വി ഗോവിന്ദൻ ഇത് സർക്കാരിന്റെ വിലയിരുത്തലാകും എന്നുകൂടി പറയുന്നു. ഇവിടെ പെൻഷൻ ഇപ്പോൾ കുറച്ച് പൈസയൊക്കെ വന്ന് കൊടുത്തു തുടങ്ങുമ്പോൾ പോലും 4 മാസത്തെ പെൻഷൻ ഇനി ബാക്കിയാണ്. ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ ടാക്സും മറ്റ് പ്രശ്നങ്ങളും വിലക്കയറ്റവും ഒക്കെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അതിനോടൊപ്പം ഈ മാസപ്പടിയായാലും മറ്റു വിഷയങ്ങളായാലും ഉയർന്നു വരുന്ന കേസുകൾ ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും സർക്കാരിന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുമ്പോൾ സാഹചര്യം നിങ്ങൾക്ക് അനുകൂലമാകും എന്ന് തോന്നുന്നുണ്ടോ? കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടുവരുന്നത് എന്നുള്ളത് സത്യമാണ്. 2004 അങ്ങനെ ആയിരുന്നില്ല. അത് തന്നെയാണ് 2024 ആവർത്തിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ടേമില് ഈ കേരളത്തിൽ നിന്നും വിജയിച്ചു പോയവർ, കേരളത്തെ കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായി ബുദ്ധിമുട്ടിച്ചപ്പോൾ, സാമ്പത്തിക ഉപരോധം സൃഷ്ടിച്ചപ്പോൾ കേരളത്തിന് വേണ്ടി ഒരു വാക്ക് പോലും പറയുവാനോ കേരളത്തിന് വേണ്ടി സംസാരിക്കുവാനോ ഈ 18 MP-മാർക്കും തയ്യാറായില്ല എന്നുള്ളത് കേരള ജനത മനസ്സിലാക്കിയിട്ടുണ്ട്. അവരത് കാത്തിരിക്കുകയാണ്. ഇപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടുണ്ടായി? കേരളത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട തുക അല്ലാതെ ആരും തരുന്നതല്ല. ഇവിടെ നിന്നും പിരിച്ചുകൊണ്ടു പോകുന്ന ടാക്സ്, ആ ടാക്സിന്റെ വിഹിതം കൃത്യമായി തന്നെ കേരളത്തിന് ഞങ്ങൾക്കെന്നല്ല നമുക്ക് കിട്ടുകയാണെങ്കിൽ കേരളത്തിൽ യാതൊരു സാമ്പത്തിക പ്രതിസന്ധിയും ഇല്ലാതെ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ കഴിയും. ആ പെൻഷൻ കിട്ടുന്ന ജനങ്ങളോട് ഞങ്ങൾ ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ആര് നമുക്ക് തരാതെ ആക്കി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നമുക്ക് തരാതാക്കുന്ന BJP-ക്കെതിരെ വോട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് നമുക്ക് തരാതാക്കിയപ്പോൾ ഒരു വാക്ക് പോലും ചോദിക്കാതെ ഒന്ന് മുറുക്കി ഉടുക്കുവാൻ പോലും ലോകസഭയിലൊന്നും എണീച്ചു നിൽക്കാത്ത ഈ 18 കോൺഗ്രസ് MP-മാരെ എന്തിനായിരുന്നു നാം തിരഞ്ഞെടുത്ത് വിട്ടത് എന്നുകൂടി നാം ഇവിടെ ചോദിക്കുന്നുണ്ട്. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കേരള ജനത നൽകുമെന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ തന്നെ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഗാന്ധി ഇതുവരെ വാതുറന്നിട്ടില്ല. ഇന്ത്യ നയിക്കാൻ പോകുന്ന ഒരു ശരി ശ്രീ അജി കുര്യാക്കോസ്, അതിന്റെ ഒരു മറുപടിയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അത് മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഞാൻ ആ കാര്യം താങ്കളോട് സൂചിപ്പിച്ചതാണ്. അത് പ്രധാന വിഷയമായി വരുന്നു. പ്രധാന വിഷയം തന്നെയാണ് അത്. കേരളം ചർച്ച ഒപ്പം സംസ്ഥാനത്തെ സാഹചര്യത്തിനപ്പുറം ഈ വിഷയങ്ങൾ ചർച്ചയായി വരുമ്പോൾ അത് ആർക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരിക്കും ശ്രീ അജി ഉണ്ടാക്കുക? ശ്രീ അജി കുര്യാക്കോസിന്റെ അവസരമാണ്. എന്റെ സമയം അപഹരിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കാരണം നമുക്കറിയാലോ രമേശ്, ഇതിന്റെ അന്തർധാരയൊക്കെ ഞങ്ങൾക്കറിയാം. ശ്രീ PC ജോർജ് പറഞ്ഞല്ലോ, പത്തനംതിട്ടയിൽ എനിക്ക് സീറ്റ് നിഷേധിച്ചത് വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ പിണറായി വിജയനും ചേർന്നാണെന്ന് പറഞ്ഞു. അത് നിങ്ങളുടെ നേതാവാണ് പറഞ്ഞത്. അപ്പൊ അതാരും വിശ്വസിക്കത്തില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കോൺഗ്രസിന്റെ നേതാക്കൾ എല്ലാം പോകുന്ന പിണറായി വിജയൻ പറഞ്ഞിട്ടാണ്. അല്ല, ഞാൻ പറയട്ടെ, അവസാനിപ്പിച്ചോളൂ, നമ്മൾ സമയം തീർന്നു. കോൺഗ്രസിന്റെ ഈ 2 സ്വരവും ഒന്നായതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. സംസ്ഥാനത്തുടനീളം റേഷൻ കടകളിൽ നീണ്ടു നിൽക്കുന്ന ക്യൂ, ഇപോസ് മെഷീനിൽ വർക്ക് ചെയ്യുന്നില്ല. ആ വർക്ക് ചെയ്യാത്ത ഇപോസ് മെഷീനുകൾ വെച്ച് ഈ പാവപ്പെട്ട സ്ത്രീകൾ അതിനുള്ള അവസരം പിന്നീട് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതിലൊന്നും കോൺഗ്രസ്സുകാർക്ക് യാതൊരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യമില്ല. കേരളത്തിൽ ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അർഹതപ്പെട്ടവർക്ക് കിട്ടേണ്ട ഒരുമിച്ച് കൊടുക്കുകയാണ്. ശരി, എന്തായാലും സംസ്ഥാന സർക്കാരിനെതിരായ വിഷയങ്ങൾ ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്, UDF ശ്രമിക്കുന്നത്. അപ്പോൾ ദേശീയ വിഷയങ്ങൾ, CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അത് ഉയർത്തിക്കാട്ടി പ്രചാരണ രംഗത്ത് സജീവമാകാൻ തന്നെ ഇടതുപക്ഷവും ശ്രമിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ബാക്കി NDAയുടെ സ്ഥാനാർത്ഥികളെ കൂടി അറിയുകയും വേണം. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. മോദിയുടെ ഗ്യാരണ്ടി വോട്ടാകുമോ എന്നാണ് ഇന്ന് നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച ചോദ്യം. അതേ എന്ന് പറയുന്നു 61% പേർ, അല്ല എന്ന് പറയുന്നത് 39% മാത്രം. മറ്റൊരു വിഷയവുമായി നാളെ കാണാം. നമസ്കാരം.